ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് എഴുന്നേറ്റിട്ട് ആ കാര്യങ്ങളൊക്കെ നാളത്തേക്കോ അല്ലെങ്കിൽ മറ്റൊരു ദിവസമോ ചെയ്യാമെന്ന് കരുതി മാറ്റി വെക്കുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടോ? രാവിലെ 5 മണിക്ക് അലാറം വെച്ച് ഉണർന്നിട്ട് അത് ഓഫാക്കി അവിടെ തന്നെ കിടന്നുറങ്ങി പിന്നെ ഒരു 10 മണിക്കോ 11 മണിക്കോ എഴുന്നേൽക്കുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടോ? വെറുതെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് എന്താണെന്ന് നോക്കാൻ വേണ്ടി വാട്സാപ്പ് എടുത്തിട്ട് മണിക്കൂർ കണക്കിന് മൊബൈല് തിരിച്ചു വെക്കാതിരിക്കുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടോ? ജീവിതത്തിൽ എവിടേക്കോ എത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി, ഇതുവരെ ആ ആഗ്രഹത്തിനും ഒരു മാറ്റമല്ല, ജീവിതത്തിനും ഒരു മാറ്റമല്ല എന്നൊരവസ്ഥയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടോ? ഈ വക സ്വഭാവത്തിന് എല്ലാം പാടെ ചേർത്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് വിളിക്കാൻ പറ്റുന്ന ഒരു പേരാണ് മടി എന്നുള്ളത്. മടിയനാണ്, മടിച്ചാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നതേ ഇത് എന്റെ പ്രശ്നമൊന്നുമല്ല, എനിക്ക് മടിയൊന്നുമല്ല, എനിക്ക് വേറെന്തോ ഒരു സംഭവമാണെന്നാണ്. എന്നാൽ മിക്ക കേസിലും ഇത് നല്ല പച്ചക്കുള്ള മടി തന്നെയാണ്. അപ്പൊ ഈ മടി മാറ്റാനുള്ള ഒരു 20 പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പൊ ബായോ നമുക്ക് വീഡിയോയിലോട്ട് പോയി നോക്കാം എങ്ങനെയാണ് നമുക്ക് മടി മാറ്റാൻ പറ്റുക എന്നുള്ളത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് ഉപകാരപ്പെടണം എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ അതിന്റെ സ്റ്റഡീസ് റെഫറൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാരണം വീഡിയോ തന്നെ അത് പറയുന്ന സമയത്ത് ഇംഗ്ലീഷ് വരുമ്പോൾ കേൾക്കാൻ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ മാക്സിമം ഇംഗ്ലീഷ് ചുരുക്കി, മാക്സിമം വീഡിയോന്റെ ലെങ്ത് ചുരുക്കി പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു 20 പോയിന്റ്സ് ടപ്പെന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ആദ്യത്തെ കാര്യം അതാണ്, സെറ്റ് എ ക്ലിയർ ഗോൾ എന്നുള്ളത്. എങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്യാം, എന്താണ് നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടെങ്കിലല്ലേ ആ ഉയരത്തിലോട്ട് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഈ ഗോൾ സെറ്റ് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ട് നമ്മൾ മുന്നൊരു വീഡിയോയിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്മാർട്ട് എന്നുള്ളൊരു ഷോർട്ട് വേർഡ്. അപ്പോൾ ഈ സ്മാർട്ട് എങ്ങനെയായിരിക്കണം? സ്പെസിഫിക് ആയിരിക്കണം. എസ് പറഞ്ഞാൽ സ്പെസിഫിക് ആയിരിക്കണം. ആൻഡ് എം എന്ന് പറയുന്നത് മെഷറബിൾ ആയിരിക്കണം. അതായത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് അറിയണം. ഈ സാധനം ഒരു അളവിൽ, അതായത് ഒരു ക്വാളിറ്റി ആണ്, ഒരു സർവീസ് ആണ്, എന്താണെങ്കിലും അതിനൊരു അളവ് ഉണ്ടാവില്ല. അതിനൊരു കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇന്ന കാലയളവിൽ നിങ്ങൾക്ക് ഇത് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്നുള്ളതിന് ഒരു മെഷർമെന്റ് ഉണ്ടായിരിക്കണം. ആൻഡ് എ ഫോർ അച്ചീവബിൾ ആയിരിക്കണം. നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണെന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് അടുത്ത സാധനം റെലവന്റ് ആയിരിക്കണം. നിങ്ങൾക്ക് ഇത് ഇത്രമാത്രം ആവശ്യമാണ്, ഇത് നിങ്ങൾക്ക് ആവശ്യം നേടാൻ പറ്റുന്ന ഒരു സാധനമാണെന്നുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ആൻഡ് ടി ഫോർ ടൈം ബൗണ്ട് ആയിരിക്കണം. നമ്മൾ എപ്പോഴും പറഞ്ഞതുപോലെ ലോങ് ടൈമിലുള്ള ഗോൾ ആണെങ്കിൽ പോലും അതിനെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് ഷോർട്ടായി നിങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കണം. അതായത് രമണ, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം, ഇപ്പോൾ ഒരു യൂട്യൂബറിൽ 1 മില്യൺ യൂട്യൂബ് ചാനൽ, 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ് നിങ്ങളുടെ ലക്ഷ്യമെന്നുണ്ടെങ്കിൽ ആദ്യം വിത്തിൻ 1 മന്ത് നിങ്ങൾ ഒരു 100 സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കാനുള്ള ഒരു ലക്ഷ്യമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ 100 എത്തുന്ന സമയത്ത് അത് 1000-ലോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും. 1000-ലോട്ട് എത്തുമ്പോൾ അത് 1,00,000-ലോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും. അങ്ങനെ കയറി നിങ്ങൾക്ക് 1 മില്യൺ എത്താനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളൊരു ടൈം സെറ്റ് ചെയ്തിട്ട് ആ ഒരു ടൈമിനകത്ത് നിങ്ങൾ ഇത്ര വീഡിയോ ചെയ്യും, ഇത്ര പോലെ അതിന് പ്രൊമോഷൻ ചെയ്യും, ഇങ്ങനെ പോലെ റെലവൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക, എനിക്ക് ഈ സാധനം അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അത്രയേ ഉള്ളൂ. അത് എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. അതാണ് സെറ്റ് ഗോൾ. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ബ്രേക്ക് ടാസ്ക് ഇൻടു സ്മോളർ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അതായത് വലിയൊരു കാര്യമായിരിക്കും, അപ്പോൾ ആ ഒരു കാര്യം അയ്യോ എനിക്കിത് നേടാൻ പറ്റുമോ എന്നാലോചിച്ച് നിങ്ങൾ ബേജാറാവുന്നതിനേക്കാൾ പതിയെ അതിന് ചെറിയ സ്റ്റെപ്പായിട്ട് മുറിച്ച് വെക്കുക. നിങ്ങളുടെ കുഞ്ഞു ഗോൾസ് നിങ്ങൾ അച്ചീവ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞ സാധനത്തിനായിട്ട് കണക്റ്റഡ് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു സിങ്ക് നിറയെ വലിയ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടെന്ന് വിചാരിച്ചോ, നിങ്ങൾ അതിൽ നിന്ന് വലുതെന്ന് ചെറുതിലോട്ട് വരിക, അല്ലെങ്കിൽ ചെറുതെന്ന് വലുതിലോട്ട് പോവുക. ഏതെങ്കിലും ഒരു രീതിയിൽ ആദ്യം ചെറിയ പാത്രങ്ങളൊക്കെ, ഗ്ലാസ്സുകളൊക്കെ ആദ്യം കഴുകി വെക്കുന്നത്, പ്ലേറ്റുകളെല്ലാം രണ്ടാമത് തേച്ചിരുന്ന്, അതുപോലെ വലിയ പാത്രങ്ങൾ മൂന്നാമത് തേച്ചിരുന്ന്, ആ ഒരു രീതിയിൽ നിങ്ങൾ കഴുകുന്നില്ലേ? ഈ സെയിം സാധനം നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിലോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലോ അതിന്റെ തൊണ്ടയൊന്ന് പണിമുടക്കിയതാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചിട്ടായിരിക്കും. ചിലർക്ക് വലിയ ടാസ്കുകൾ ആദ്യം ചെയ്തിട്ട് ചെറിയതിലോട്ട് വരുന്നതായിരിക്കും കുറച്ചും കൂടെ ഈസി. ചിലർക്ക് ചെറിയത് ആദ്യം ചെയ്തിട്ട് വലിയതിലോട്ട് പോകാനായിരിക്കും താല്പര്യം ഉണ്ടാവുക. അപ്പൊ നിങ്ങളുടെ താല്പര്യം എന്താണോ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ടാസ്കിനെ ബ്രേക്ക് ചെയ്തിട്ട്, വലിയൊരു കാര്യം എല്ലാം പാടെ ഓടിച്ചെന്ന് നിങ്ങൾ തീർക്കാൻ നോക്കാതെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് നോക്കുക. മൂന്നാമത്തെ പോയിന്റ് ആണ് ക്രിയേറ്റ് എ ഷെഡ്യൂൾ എന്നുള്ളത്. അതായത് കൃത്യമായ ഇടവേളകളിൽ ഓരോ ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ഒരു ദിവസത്തിൽ 2 മണിക്കൂർ ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്നു വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈം ഷെഡ്യൂൾ ചെയ്യാം. അല്ലെങ്കിൽ വീക്കിലി 3 ദിവസം, അല്ലെങ്കിൽ വീക്കിലി 4 ദിവസം, അതല്ലെങ്കിൽ മാസത്തിൽ 4 ദിവസം. ഇങ്ങനെ നിങ്ങളുടെ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരു പ്ലാനർ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കാലണ്ടറിൽ റിമൈൻഡർ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം, മൊബൈലിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഇത് എന്താണോ നിങ്ങളുടെ ലക്ഷ്യത്തിലോട്ട് എത്തിക്കുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടി കൃത്യമായിട്ടൊരു ഷെഡ്യൂൾ പ്ലാൻ നിങ്ങൾ ചെയ്ത് വെക്കുക. 4ാമത്തെ പോയിന്റ് ആണ് യൂസ് പ്രൊമോഡോറോ ടെക്നിക്ക്. എന്താണ് ഈ പ്രൊമോഡോറോ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ, ഒരു 25 മിനിറ്റ്സ് ആണ്, ഒരു 25 മിനിറ്റോളം ഒക്കെ നിങ്ങൾ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ ഒരു ടയർഡോ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ്. 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് പിന്നെ വീണ്ടും നിങ്ങൾ ആ വർക്കിലോട്ട് ചെയ്യുന്ന സമയത്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്രയും കൂടെ
ഫോക്കസ് ഓറിയന്റഡ് ആയിട്ട് ആ പണി ചെയ്യാനായിട്ട് പറ്റും. മെയിൻലി നിങ്ങൾ ബെഡിലൊക്കെ ഇരുന്നിട്ട് പണി ചെയ്യുന്ന സമയത്ത് 20 മിനിറ്റ് ഒന്നും വേണ്ട, അതിന് മുന്നേ നിങ്ങൾ ടയർഡായി പോകും, നിങ്ങൾക്ക് ഉറങ്ങാനായിട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് നിങ്ങൾ ആ കാര്യം ചെയ്യരുത്. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ബെഡിൽ ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പലപ്പോഴും എനിക്ക് പോയിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ടാവും, ഒരു 2-3 മിനിറ്റ് വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഫോൺ കയ്യിൽ വെച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടാവും. ബെഡിലോട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിന് നമ്മൾ അതിന് വേണ്ടി പ്രിപ്പയർഡ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നേരെ തിരിച്ച് സംഭവിക്കാം. നമ്മൾ ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഉറങ്ങാനായിട്ട് ബെഡിൽ പോകുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവാം കേട്ടോ. നേരെ തിരിച്ചും വരാം. അപ്പോൾ റെസ്റ്റ് എടുക്കുന്ന സമയം നിങ്ങൾ വർക്ക് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാതിരിക്കുക. 5ാമത്തെ പോയിന്റ് ആണ് എലിമിനേറ്റ് ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ എന്റെ കാര്യം വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞുതരാം കേട്ടോ. എനിക്കൊരു യൂട്യൂബ് വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് വീട്ടുകാരോട് പറയും, മക്കളോട് പറയും, മക്കളെ സൗണ്ട് ഉണ്ടാക്കരുത്, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് പറയും. ഉമ്മാനോടാണെങ്കിലും പറയും, ഉമ്മ ശബ്ദം ഉണ്ടാക്കാതെ ശ്രദ്ധിക്കട്ടോ. എന്റെ ചുറ്റുമുള്ള എല്ലാവരോടും ഞാൻ പറയുന്നതാണ്, ഇതിനെ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് കൂടെ നടന്നു പോകരുത്, ക്യാമറയുടെ ഫോക്കസിൽ കയറി വരരുത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പറഞ്ഞു വെക്കാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും എനിക്ക് കുറച്ച് സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. നമ്മളിങ്ങനെ ഒരു ഓപ്പൺ ഹാളിൽ ഇരുന്നിട്ട് എല്ലാവരും നിൽക്കുന്ന ഭാഗത്ത് വീഡിയോ എടുക്കുന്ന സമയത്ത് എന്നാലും ഒരു പരിധി വരെയൊക്കെ നമ്മളിത് പറയുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒബ്സ്റ്റക്കിൾസ് എനിക്ക് മാറ്റി വെക്കാനായിട്ട് പറ്റും. ആൻഡ് ഇതേപോലെ തന്നെയാണ് നിങ്ങളുടെ കാര്യത്തിൽ. നിങ്ങൾ ഏത് ഫീൽഡിലാണോ ജോലി ചെയ്യുന്നത് ആ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ മാറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പറയാം, നിങ്ങൾ ഇങ്ങനെ എന്നെ ബുദ്ധിമുട്ടിക്കരുത്, അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു പ്രശ്നങ്ങളുണ്ട്, ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വർക്ക് സ്പേസ് സെപ്പറേറ്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് അത്രയും നല്ലത്. കാരണം നിങ്ങൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ ഒരു പ്ലേസിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള ജോലികൾ, ആ ജോലിക്ക് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു പ്ലേസ് നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. 6ാമത്തെ പോയിന്റ് ആണ് ക്രിയേറ്റ് എ കംഫർട്ടബിൾ വർക്ക് എൻവയൺമെന്റ് എന്നുള്ളത്. നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് പലതരത്തിലുള്ള പ്രഷർ നമുക്ക് തന്നുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് നമുക്കൊരു ജോലി ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്യാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഏത് ഫീൽഡിലാണോ ജോലി ചെയ്യുന്നത് ആ ഒരു ഫീൽഡിൽ നിങ്ങൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ജോലി ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് മേക്ക് ഷുവർ. 7ാമത്തേതാണ് യൂസ് പോസിറ്റീവ് സെൽഫ് ടോക്ക്. നിങ്ങൾ നിങ്ങളോട് തന്നെ നിങ്ങളെ കുറിച്ച് നല്ലത് പറയാം. ഇപ്പൊ ഞാൻ എന്റെ ലൈഫിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഞാനൊരു കോണ്ടന്റിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അത് എൻ്റെ അടുത്ത് തന്നെ ഒന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യും. ഇവിടെ എൻ്റെ മക്കളൊക്കെ എന്നെ കളിയാക്കാറുണ്ട്, അമ്മ അരമണിക്കൂർ കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ പോകുന്നുണ്ട്, അതാണ് ഉമ്മ ഇങ്ങനെ പെറുപെറു പറയുന്നത് എന്നുള്ളത്. ആക്ച്വലി ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ സെൽഫോ ഞാൻ പെയിനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടുന്ന പോയിന്റ്സ് ഒക്കെ മനസ്സിലൊന്ന് റിഫ്രഷ് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ ചില സമയത്ത് അത് കുറച്ച് സൗണ്ടിൽ എൻ്റെ അടുത്ത് തന്നെ പറയും, ഓക്കെ പക്ഷേ ഇങ്ങനെ പറഞ്ഞത് കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്നുള്ളത്. അപ്പോൾ എൻ്റെ കുട്ടികൾ പറയും, അമ്മ വീഡിയോ എടുക്കാൻ പോകുന്നതിൻ്റെ 1 മണിക്കൂർ തുടങ്ങി ഉമ്മ അങ്ങനെ പറയുന്നുള്ളത്. ആക്ച്വലി നമ്മളോട് തന്നെ അത് പറയുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളവരോട് അത് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും. ആൻഡ് നിങ്ങളുടെ പ്രസന്റേഷൻ കുറച്ചും കൂടെ നല്ലതാക്കി എടുക്കാനായിട്ടും നല്ലതാണ് കേട്ടോ. നിങ്ങളുടെ സെൽഫായിട്ട് അത് ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾ എപ്പോഴൊക്കെ വീക്കായിട്ട് നിൽക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാം, ഐഷ ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് ഒരു അബദ്ധം പറ്റി ഞാൻ പറയും, ഐഷ എന്ത് പണിയാണ് ചെയ്തത്, ഞാൻ പോലും അറിയാതെ എൻ്റെ അടുത്ത് വരുന്ന ഒരു കാര്യം പറഞ്ഞ് ശീലമായ ഒരു കാര്യമാണ്. അറ്റ് ദ സെയിം ടൈം ഞാൻ പറയുന്ന വേറൊരു കാര്യമുണ്ട്, നിനക്ക് പറ്റുമോ ഐഷ, അത് സാരില്ല, പോയി നീ അത് ചെയ്തേക്ക്, അങ്ങനെ ഞാൻ എന്നോട് തന്നെ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു ഹാബിറ്റ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റുന്ന സമയത്ത് നിങ്ങളെ ആദ്യം തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് തന്നെ മാറാനായിട്ട് പറ്റും. നമ്മുടെ സെൽഫ് ലവിന്റെ ഭാഗമായിട്ട് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് ഇത്, നിങ്ങൾ തന്നെ സമാധാനിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത്. 8ാമത്തെ പോയിന്റ് ആണ് റിവാർഡ് യുവർ സെൽഫ് എന്നുള്ളത്. നിങ്ങൾ എന്തെങ്കിലും അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും റിവാർഡ് ചെയ്യുക. ഇപ്പോൾ യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് ലെവലിലേക്ക് ഒരു വീഡിയോ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് വല്ല ക്യാമറയോ അല്ലെങ്കിൽ മൊബൈലോ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു റിംഗ് ലൈറ്റ് വാങ്ങുന്നതോ ഒരു മൈക്ക് വാങ്ങുന്നതോ അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന തരത്തിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം. ഇനി നിങ്ങൾ വീട്ടിൽ കിച്ചണിൽ നിന്നിട്ട് നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ തീരുമാനിക്കുക, ഇന്ന് ഫുള്ള് ഞാൻ എൻ്റെ കിച്ചൺ ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കിച്ചണിലോട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ പെണ്ണുങ്ങൾക്ക് കുറച്ച് നല്ല ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങൾ കിട്ടുന്നത്, കുറച്ച് നല്ല കത്തി കിട്ടുന്നതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ടൂൾസോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളോ എന്താണെങ്കിലും നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷൻ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന തൊഴിലുമായിട്ട് കണക്റ്റഡ് ആയി നിൽക്കുന്നതിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു ഗിഫ്റ്റ് നിങ്ങളുടെ സെൽഫ് നിങ്ങൾ പ്രസന്റ് ചെയ്യുക. ഇനി ഇതെല്ലാഞ്ഞിട്ടും നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം കേട്ടോ. നല്ല ചൂടുണ്ട് ഇവിടെ. അതായത് ഡ്രസ്സോ അല്ലെങ്കിൽ മറ്റെന്ത് സാധനങ്ങളും വളയോ മാലയോ കമ്മലോ പൗഡറോ എന്താണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് ചോക്ലേറ്റോ ഏവായിട്ടോ മേ ബി നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ നിങ്ങളെ പ്രസന്റ് ചെയ്യാവുന്നതാണ്. 9ാമത്തെ പോയിന്റ് ആണ് നല്ല ഉറക്കം, ഗെറ്റ് എ ഗുഡ് സ്ലീപ്പ് എന്നുള്ളത്. നല്ല ഉറക്കം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും മടിയന്മാരും മടിച്ചുകളൊക്കെ ആയിട്ട് പോകും. പിന്നെ എപ്പോഴും നമ്മൾ വീക്കായിരിക്കും, നമ്മളിങ്ങനെ തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ എന്തായാലും ഒരു 6-7 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ നോക്കുക. നിങ്ങൾ സ്ലീപ്പ് കുറച്ച് വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റുട്ടീൻ ആവുന്നത് വരേക്കെങ്കിലും
നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ഒരു 6-7 മണിക്കൂർ മിനിമം ഉറക്കം കീപ്പ് ചെയ്യുക. 10ാമത്തെ പോയിന്റ് ആണ് റെഗുലർ ആയിട്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യാന്നുള്ളത്. നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാനായിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ടും നമ്മളെ പ്രൊഡക്റ്റീവ് ആയിട്ട് വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. 11ാമത്തെ പോയിന്റ് ആണ് ഈറ്റ് ഹെൽത്തി എന്നുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് കഴിക്കുക, നല്ല ആരോഗ്യപരമായിട്ടുള്ള ഫുഡ് കഴിക്കുക, മിക്സഡ് ന്യൂട്രിയൻസ് കഴിക്കുക. അതുപോലെ തന്നെ 12ാമത്തെ പോയിന്റ് ആണ് നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. നല്ലപോലെ വെള്ളം കുടിക്കുക, മാക്സിമം വെള്ളം കുടിക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ വയറും നമ്മുടെ ബുദ്ധിയും നമ്മുടെ ബ്രെയിനും ഒക്കെ ആയിട്ട് ഒരുപാട് കണക്ഷൻ ഉണ്ട്. വയറിനെ ഹാപ്പി ആക്കി വെച്ചാൽ തന്നെ പകുതി കാര്യങ്ങളും ഓക്കെ ആയിരിക്കും. അതിൻ്റെ 13ാമത്തെ പോയിന്റ് ആണ് നമ്മൾ ഫ്രഷ് എയർ ബ്രീത്ത് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ വർക്കാണെന്ന് പറഞ്ഞിട്ട് ഒരു റൂമിൻ്റെ ഉള്ളിൽ ഒരു ലാപ്ടോപ്പും പിടിച്ചിട്ടിരിക്കുന്നതിന് പകരം കുറച്ചൊക്കെ ഒന്ന് പുറത്തിറങ്ങുക, കുറച്ചൊക്കെ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക. നമ്മൾ പറയാറില്ലേ ട്രീ ബാത്ത് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഒഴുകുന്ന വെള്ളത്തിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് എനർജറ്റിക് ആയിട്ട് ഇരിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, കുറച്ച് നല്ല ഫ്രഷ് എയർ ഒക്കെ നമ്മുടെ ഉള്ളിലോട്ട് ഇങ്ങനെ ബ്രീത്ത് ചെയ്തെടുക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും നമ്മുടെ മടി മാറ്റാനൊക്കെ നമ്മളതിനെ വല്ലാതെ ഹെൽപ്പ് ചെയ്യും. ആക്ച്വലി മടിയന്മാർക്ക് പുറത്തിറങ്ങിയിട്ട് ഒന്ന് വെയിലുള്ള അല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് കുറച്ച് കാറ്റുള്ള എന്നുള്ളതിന് ഒരു മടിയുള്ള പരിപാടി ആയിരിക്കും. എന്നാലും ചെയ്തൊക്കെ നമ്മുടെ മടി മാറിയാലല്ലേ നമുക്ക് ഉയരങ്ങൾ കീഴടക്കാനായിട്ട് പറ്റുള്ളൂ. ശ്രമിക്കുക. 14ാമത്തെ പോയിന്റ് ആണ് സീക്ക് അക്കൗണ്ടബിലിറ്റി എന്നുള്ളത്. നമ്മൾ ശരിക്കും ഗോൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിരന്ന് എല്ലാവരോടും പറയുന്നല്ലാതെ ഇത് എങ്ങനെ വർക്കൗട്ട് ചെയ്യണം, ഇതെങ്ങനെ നമ്മൾ സക്സസ് ആക്കണം, ആ തരത്തിലുള്ള അഡ്വൈസ് ഒന്നും നമ്മൾ എല്ലാവരും എടുക്കാറില്ല അല്ലേ. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് പലരോടും പറഞ്ഞ് ആ പ്ലാൻ അവിടെ തന്നെ വെച്ചു എന്നല്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ മെനക്കെടാറില്ല. ശരിക്കും നമുക്കിതിൽ ചെയ്യാനുള്ള കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഇത് 1-2 ആൾക്കാരോട് പറയാം. ഇത് വർക്കൗട്ട് ആക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന 1-2 ആളുകളോട് പറയുക. കറക്റ്റായിട്ട് നിങ്ങൾ ഇത് അവരുടെ ഒരു ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇനി ഇത് അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മറ്റൊരാളുടെ അടുത്ത് നിങ്ങൾക്ക് അത് പറയാനായിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെൽഫ് തന്നെ നിങ്ങളുടെ മൊബൈലിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക, അല്ലെങ്കിൽ ഒരു ഡയറിയിൽ ജേർണൽ ചെയ്ത് വെക്കുക. ഇതായിരുന്നു പ്ലാന്, ഈ പ്ലാന് നിങ്ങൾ ഇന്നെ പോലെയൊക്കെ അത് എത്തിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് എഴുതി വെക്കുക. ആൻഡ് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ അക്കൗണ്ടബിലിറ്റി പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങളും എഴുതി വെച്ച് അതിനൊരു കണക്ക് ഉണ്ടാക്കി വയ്ക്കുക. ഇന്ന സമയത്തിനുള്ള ഇന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇത്ര കാര്യങ്ങൾ നമുക്ക് പെൻഡിങ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ കണക്കാക്കി വെക്കുക എന്നുള്ളതാണ്. 15ാമത്തെ പോയിന്റ് ആണ് സെലിബ്രേറ്റ് സ്മോൾ വിൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ചെറിയൊരു അച്ചീവ്മെന്റ് ആണെങ്കിൽ പോലും അത് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക. സെലിബ്രേറ്റ് ചെയ്യുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും. ചിലർ ചിലപ്പോൾ കേക്ക് കട്ട് ചെയ്തിട്ടും കുറേ ആൾക്കാരെ വിളിച്ചിട്ടും ഒക്കെ ആയിരിക്കും അവരുടെ സന്തോഷങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക. ചിലർ പുതിയ വസ്ത്രങ്ങൾ എടുത്തിട്ടായിരിക്കും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. ചിലർ ഈ പറയുന്ന പോലെ മറ്റു കുറേ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടായിരിക്കും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. ചിലർ കുറേ ആൾക്കാർക്ക് ഫുഡ് കൊടുത്തിട്ടായിരിക്കും, പൈസ കൊടുത്തിട്ടായിരിക്കും, ചാരിറ്റി ചെയ്തിട്ടായിരിക്കും. അതൊക്കെ സെലിബ്രേഷനൊക്കെ ഓരോരുത്തരുടെ ഓരോ രീതിയിലായിരിക്കും. വാട്ട് എവർ മേ ബി നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത് ഏത് തരത്തിലുള്ള സെലിബ്രേഷൻ ആണോ ആ ഒരു രീതിയിൽ നിങ്ങൾ അതിനെ ചെറിയ കാര്യങ്ങളെ പോലും നിങ്ങൾ ആ ഒരു സക്സസിനെ പോലും സെലിബ്രേറ്റ്. 16ാമത്തെ പോയിന്റ് ആണ് പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്. നമ്മൾ എല്ലായ്പ്പോഴും എല്ലാ കാര്യത്തിലും പറയുന്നതാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. ഏതൊരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തോട്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ മാക്സിമം അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കറിയാം ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, മടി മാറ്റാനുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ ഇന്ന പോയിന്റ്സ് ഒക്കെ ഇതിൽ കൊണ്ടുവരാനുണ്ട്. ഈ സാധനങ്ങളൊക്കെ എൻ്റെ മൈൻഡിൽ ഓടിക്കൊണ്ടേയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാനുള്ള വ്യഗ്രതയിലാണ് ഞാൻ. മാക്സിമം കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് എനിക്ക് ശ്രമിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെ ഓരോ സമയത്തും എപ്പോഴെങ്കിലും ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയാറില്ല എൻ്റെ ശ്രദ്ധ ഒന്ന് അങ്ങോട്ടേക്ക് പാളിയതാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കടന്ന് ലാഗ് അടിച്ചതെന്നുള്ളത്. അപ്പോൾ ആ ശ്രദ്ധ പോകുന്ന സമയത്ത് ആ ലാഗ് നമ്മുടെ എല്ലാ പ്രവൃത്തിയിലും വരും. അപ്പോൾ നിങ്ങൾ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പണി കൃത്യമായിട്ട്. 7ാമത്തെ പോയിന്റ് ആണ് ഗെറ്റ് ഇനഫ് സൺലൈറ്റ്. നമ്മൾ കൃത്യമായിട്ട് കൊള്ളുന്ന വെയിലിനെ നമ്മുടെ ഒരു മൂഡ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ ഡിപ്രഷൻ ക്യൂർ ചെയ്യാനായിട്ടൊക്കെ പറ്റുമെന്നാണ് പറയുന്നത് പഠനങ്ങൾ. അപ്പോൾ ഒരു ഇടവേള ഇട്ടിട്ട് കുറച്ചെങ്കിലും ഒക്കെ നമ്മുടെ ശരീരത്തിന് സൺലൈറ്റ് ആയിട്ടൊന്ന് എക്സ്പോഷർ. 18ാമത്തെ പോയിന്റ് ഇതാണ്, ബി ഗ്രേറ്റ്ഫുൾ. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതിന് നിങ്ങൾ നന്ദി പറയുക എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിൽ നമ്മൾ സംതൃപ്തരാവുക എന്നുള്ളതാണ്. 19ാമത്തെ കാര്യമാണ് ടേക്ക് എ ബ്രേക്ക്. നിങ്ങൾക്ക് എപ്പോഴാണോ മതിയായി അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു ബ്രേക്ക് ആവശ്യമാണെന്ന് തോന്നുന്ന ആ സമയത്ത് നിങ്ങൾ ഒരു ബ്രേക്ക് എടുക്കുക. അപ്പം നിങ്ങൾ ആളുകൾ എന്തെങ്കിലും പറയുമോ, ഞാനിപ്പം ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളെല്ലാം കട്ടപ്പോകയാവുമോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാനായിട്ട് എനർജി ഇല്ല എന്ന് എവിടെ തോന്നുന്നോ അവിടെ നിങ്ങൾ ഒന്ന് നിർത്തിയിട്ട് ഒരു ബ്രേക്ക് എടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് പൂർവാധികം ശക്തിയോടെ തിരികെ വരിക എന്നുള്ളതാണ്. 20ാമത്തെ പോയിന്റ് ആണ് സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ് എന്ന് പറയുന്നത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇത്. അതായത് നിങ്ങൾ ഏത് മേഖലയിലാണോ സക്സസ് ആവാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു മേഖലയിൽ ഓൾറെഡി സക്സസ് ആയിട്ടുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസ് സീക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് അവർ അനുഭവിച്ചിട്ടുള്ള ചലഞ്ചസ് കിട്ടും. അതേപോലെ അവർ ഇതിലോട്ട് മുന്നോട്ട് പോകാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് അവരനുഭവിച്ച അത്രയും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരില്ല. കാരണം നമ്മൾ അനുഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ അവർ ഓൾറെഡി അനുഭവിച്ച് അതിൽ നിന്ന് അവർ പുറത്തു വന്നവരായിരിക്കും. അപ്പോൾ അതിൻ്റെ മിസ്റ്റേക്സ് നമുക്ക് പറ്റാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാനായിട്ട് പറ്റും. മാത്രമല്ല കുറച്ചും കൂടി ഒരു പ്രൊഫഷണൽ അഡ്വൈസ് നമുക്ക് കിട്ടും. അപ്പോൾ ഏതൊരു കാര്യവും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പെർഫെക്റ്റ് ആണെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്.
സോ നമ്മുടെ മാക്സിമം നന്നാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഏതൊരു കാര്യത്തിനും അതിൻ്റെതായ റിസ്കുകൾ ഉണ്ടാവും. അപ്പോൾ ഈ റിസ്കുകളിൽ നിന്ന് അല്ലെങ്കിൽ വീഴ്ചകളിൽ നിന്ന് നമ്മുടെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത തവണ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അപ്പോൾ നമ്മുടെ മടിയെല്ലാം മാറ്റി വെച്ചുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളിന്ന് പറഞ്ഞ ഒരു 10-20 പോയിന്റ്സ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് കൂടുതൽ വിവരങ്ങളിൽ എത്താൻ നിങ്ങളെ കൊണ്ട് പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടാവുക. ഈ ഒരു വീഡിയോ പ്ലേ ചെയ്ത ആളുകളിൽ നിന്ന് ഒരു 50% ആളുകൾ മാത്രമായിരിക്കും. ആ ഒരു 50% ആളുകളിൽ നിങ്ങൾ ഉണ്ടോയെന്ന് എനിക്ക് അറിയാനൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഈ ഒരു മൊമെന്റ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒന്ന് കമന്റ് ഇടണം കേട്ടോ, പ്ലീസ് ഇടാം. കാരണം നിങ്ങളുടെ ഒരു അത്രമാത്രം സ്ട്രോങ് ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും നല്ലൊരു നിലയിൽ എത്തട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.